അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ കഹ്ഫ് 57 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി പഠിച്ചു. അൽഹംദുലില്ലാഹ്. നമുക്കിന്ന് 58ാമത്തെ ആയത്ത് മുതൽ ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വറബ്ബുകൽ ഗഫൂറു ദുർ റഹ്മ لو يؤاخذهم بما كسبوا لعجل لهم العذاب بل لهم موعد لن يجدوا من دونه موئلا. ഓക്കെ, 58ാമത്തെ ആയത്തിൻ്റെ തജ്വീദ് നിയമം ഒന്ന് നമുക്ക് പറഞ്ഞു നോക്കാം. വറബ്ബുക, വറബ്ബുക, വാവിനെ ചുണ്ട് ഒട്ടത്തിലാക്കിയിട്ട് ഉച്ചരിക്കാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, വറബ്ബുക, ബഇന് ശബ്ദമുണ്ട്, ബഇനെ ഒന്ന് കനപ്പിക്കുക. ക ക എന്ന് പറയുമ്പോൾ കാഫിന് ഒരു ചെരിവ് വേണമെന്ന് നമ്മൾ പറഞ്ഞതാണ് അല്ലേ. അതുപോലെ തന്നെ റോ, റാ എന്ന് പറയരുത്, റോ. ഓക്കെ, വറബ്ബുക, വറബ്ബുകൽ ഗഫൂറു, ഗൈൻ, ഗൈനാണ് തൊണ്ടേൻ്റെ മുകൾ ഭാഗത്തു നിന്നും വരുന്ന അക്ഷരമാണ് ഗൈൻ. അപ്പോൾ ഓക്കെ, മാക്സിമം ആ ഒരു ശരിയാവാത്ത ആളുകൾ പറഞ്ഞ് 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 പഠിക്കുക കേട്ടോ. ഓക്കെ, ഗഫൂറു, ഫഇൻ്റെ കൂടെ വാ മദ് വന്നിട്ടുണ്ട്, രണ്ടനക്ക നീട്ടി ഓതി കൊടുക്കുക. ഗഫൂറു ദുർ റഹ്മ, ദാലിൻ്റെ കൂടെ വാ മദ് വന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ ഇവിടെ നമ്മൾ നീട്ടില്ല, ദൂ എന്ന് പറഞ്ഞ് നീട്ടില്ല. കാരണം ഹംസത്തുൽ വസ്ലിൻ്റെ മുന്നേ മദ്ദക്ഷരങ്ങൾ വന്നാൽ എന്ത് ചെയ്യില്ല, അവിടെ നീട്ടി ഓതില്ല. ഓക്കെ, പകരം കൂട്ടിച്ചേർത്ത് ഓതും. കൂട്ടിച്ചേർത്ത് ഓതുക ചെയ്യുക, അവിടെ നീട്ടി ഓതില്ല. ഓക്കെ, റൊഇന് ശബ്ദമുണ്ട്, റൊഇനെ ഒന്ന് കനപ്പിക്കുക. റഹ്മ, നിർത്തുകയാണെങ്കിൽ ഇവിടെ നിർത്താനുള്ള ഓപ്ഷൻ ഉണ്ട്, സുലയുണ്ട്. നിർത്തുകയാണെങ്കിൽ റഹ്മ. ഓക്കെ, ആ രൂപത്തിൽ ഒരു ഹന് സുക്കൂന് വരുന്ന രൂപത്തിൽ റഹ്മ എന്ന് പറഞ്ഞ് നിർത്തുക. ഓക്കെ, കൂട്ടിച്ചേർത്ത് ഓതി പോവുകയാണെങ്കിൽ അങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതി പോവുകയും ചെയ്യാം. ഓക്കെ, ലൗ, ലൗ, വാവിന് സുക്കൂനുണ്ട്, ഹഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. ലൗ, ലൗ യുആഖിദുഹും ബിമാ, ആന നീട്ടുന്ന എങ്ങനെ നോക്കൂ. വാവിൻ്റെ മുകളിലാണ് ഹംസ ഇട്ടിട്ടുള്ളത് അല്ലേ. നമ്മൾ പഠിച്ചതാണ്, ഹംസ പല ലെറ്റേഴ്സിൻ്റെ മുകളിലും താഴെയൊക്കെ ആയിട്ട് ഹംസ വരും. അപ്പം നമ്മൾ നോക്കേണ്ടത് വാവ് എന്നുള്ള ശബ്ദത്തെ, ആ എഴുത്തിൽ മാത്രമുള്ളൂ വാവ്. ഓക്കെ, അപ്പോൾ ഹംസയാണ് അവിടെ നമ്മൾ വായിക്കേണ്ടത്. ഓക്കെ, യുആഖിദുഹും, യുആഖി, ഖഇൻ്റെ തൊണ്ടയുടെ അക്ഷരമാണ് ഖ. ഓക്കെ, യുആഖിദുഹും ബിമാ, ഇവിടെ മീമിന് സുക്കൂനില്ല അല്ലേ. പ്രത്യക്ഷത്തിൽ നമുക്ക് സുക്കൂന് കാണുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ ആ മീമിനെ ഇഖ്ഫാ ചെയ്യണം. ഇഖ്ഫാ ചെയ്യുക എന്ന് പറഞ്ഞാൽ മറച്ചു മണിച്ചോദനം. യുആഖിദുഹും ബിമാ. ഓക്കെ, ഈ രൂപത്തിൽ മീമിന് ശേഷം ബ ആണ് വരിക കേട്ടോ. അപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യണം, മറച്ച് മണിച്ച് ഓതണം. യുആഖിദുഹും ബിമാ. ഓക്കെ, ബിമാ രണ്ടനക്ക നീട്ടി കൊടുക്കുക കേട്ടോ. അലിഫ് മദ് വന്നിട്ടുണ്ട്. കസബു, കസബു എന്ന് ഓതരുത്, ക ക. ഓക്കെ, കസബു, ഓ മദ് ഉണ്ട്, ബഇൻ്റെ കൂടെ രണ്ടനക്ക നീട്ടി ഓതി കൊടുക്കുക. ഇവിടെ അലിഫ് മുകളിൽ സുക്കൂന്, സിഫ്ർ മുസ്തീൽ, ഇങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത്. ഇത് ആയത്തിന് നടുക്ക് വരികയാണെങ്കിൽ ഒരു ശബ്ദവും ഇല്ല കേട്ടോ. ലഅജ്ജല, ലഅജ്ജ, ജീമിന് ശബ്ദമുണ്ട്, ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കുക. ലഅജ്ജല ലഹുമുൽ അദാബ്. ഓക്കെ, ഇവിടെ നിർത്താനുള്ള ജീമ് വന്നിട്ടുണ്ട്. നിർത്തണമെങ്കിൽ നിർത്താം, ഇല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത് ഓതി പോവുകയും ചെയ്യാം. ഓക്കെ, അദാബ് നിർത്തുകയാണെങ്കിൽ ഇവിടെ ബഇന് സുക്കൂനാണ് വരുന്നത്. അപ്പോൾ ബ കൽക്കലയുടെ ലെറ്ററാണ്. ബഇന് സുക്കൂന് വരുമ്പോൾ ഫുൾ സുക്കൂന് കൊടുക്കും. അപ്പം അദാബ് ഫുൾ സുക്കൂന് കൊടുത്ത് നിർത്തണം കേട്ടോ. കൂട്ടിച്ചേർത്ത് ഓതുകയാണെങ്കിലോ അദാബല്ലഹും മൗഇദുൻ എന്നിങ്ങനെ കൂട്ടിച്ചേർത്ത് ഓതിപ്പോ കേട്ടോ.
ബല്ല ബല്ല. ലാമിനെ ലാമിലേക്ക് ഒരു ലാമിന് ഫതോ കസ്റോ ലൊമ്മോ സുക്കൂൻ ഒന്നും കാണുന്നില്ല അല്ലേ? മറ്റേതിന് ഹറക്കത്തും ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ലാമിനെ മറ്റേ ലാമിലേക്ക് കൂട്ടിച്ചേർത്ത് ഓതുക, ഇദ്ഗാം ചെയ്യുക, കൂട്ടിച്ചേർത്ത് ഓതുക കേട്ടോ. ലഹും മീമിന് ശേഷം മീമു വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതണം. അതിനൊരു നിയമത്തിൻ്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്. തജ്വീദ് നിയമം എന്തായിരുന്നു? മീമിന് ശേഷം മീമു വന്നാൽ മണിച്ച് കൂട്ടിച്ചേർത്ത് ഓതുക. ലഹും മൗഇദുൽ ലൻ യജിദു മൗഇദുൽ ലൻ യജിദു. ഇവിടെ നോക്കൂ, തൻവീന് ശേഷം വന്നിരിക്കുന്ന ലെറ്റർ ലാം ആണ് അല്ലേ? തൻവീന് ശേഷം ലാമു റ, ഈ രണ്ട് ലെറ്റേഴ്സ് വന്നാൽ നമ്മൾ കൂട്ടിച്ചേർത്ത് ഓതണം, പക്ഷെ മണിക്കാൻ പാടില്ല. ഇവിടെ എങ്ങനെ ഓതും? മൗഇദുൽ ലൻ യജിദു മൗഇദുൽ ലൻ യജിദു. കൂട്ടിച്ചേർത്ത് ഓതുക കേട്ടോ. ഓക്കെ. മൗഇദുൽ ലൻ, തൻവീന് ശേഷം ലാമു വന്നു അല്ലേ? തൻവീന് ശേഷം ലാമു വന്നാൽ കൂട്ടിച്ചേർത്ത് ഓതുക മാത്രമാണ്, മണിക്കാൻ പാടില്ല. മൗഇദുല്ല മൗഇദുല്ല. ഓക്കെ, ഇങ്ങനെ കൂട്ടിച്ചേർക്കുക, പക്ഷെ അവിടെ മണിക്കാൻ പാടില്ല കേട്ടോ. ഇതിനൊരു നിയമമുണ്ട്. എന്തായിരുന്നു? ഇദ്ഗാം ബിലാ ഉന്ന. ഇദ്ഗാം ചെയ്യണം, കൂട്ടിച്ചേർത്ത് ഓതണം, പക്ഷെ മണിക്കാൻ പാടില്ല. ഇദ്ഗാം ബിലാ ഉന്ന. ഓക്കെ, നമ്മൾ പഠിച്ചതാണ് അല്ലേ? ലൻ യജിദു. ഇവിടെ വന്നിട്ടുള്ള നിയമം നോക്കൂ. നൂനിന് ശേഷം യ വന്നു. സക്കിനായ നൂനിന് ശേഷം യ വന്നാൽ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം. ലൻ യജിദു. ഓക്കെ, ഇത് ഇവിടെ ഏതാ നിയമം? ഇദ്ഗാം ബിഉന്ന, മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതുക. ഓക്കെ, ലൻ യജിദു. ദാലിന് ശേഷം വ മദ് വന്നിട്ടുണ്ട്, രണ്ടനക്ക് നീട്ടിക്കൊടുക്കുക. മിൻ ദൂനിഹി. ഇവിടെ നൂൻ്റെ മുകളിൽ സുക്കൂന് പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുന്നില്ല. അവിടെ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ ഇഖ്ഫാ ചെയ്യണം, മറച്ചു മണിച്ചു ഓതണം. മീൻ എന്ന് ഓതാൻ പാടില്ല. ദൂനിഹി ദൂനിഹി. ഹന് ശേഷം ഈ ചിഹ്നം വന്നാൽ അവിടെ രണ്ടനക്ക് നീട്ടിക്കൊടുക്കുക കേട്ടോ. മിൻ ദൂനിഹി മൗഇല മൗഇല. മൗ വാവിന് ഹഫ് സുക്കൂന് മതി കേട്ടോ. മൗ മൗഇല. നമ്മൾ പറഞ്ഞൂലേ, ഹംസ പല ലെറ്റേഴ്സിൻ്റെയും മുകളിലും താഴെയൊക്കെ ആയിട്ട് വരൂലേ? അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഹംസേനെ മാത്രമാണ്. അപ്പോൾ ഇവിടെ ഏതാണ് അക്ഷരത്തെ? ഈ എന്നാണ് ഉച്ചരിക്കുക ഇവിടെ. മൗ ഇ. എഴുതിയ ലെറ്റർ നമ്മൾ നോക്കേണ്ടതില്ല, ഹംസേനെ നോക്കിയാൽ മതി. ഓക്കെ. മൗഇല. ല നിർത്തുമ്പോൾ രണ്ടനക്ക നീട്ടി നിർത്തുക കേട്ടോ. അലിഫ് മദ് വന്നിട്ടുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് 59ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. وتلك القرى أهلكناهم لما ظلموا وجعلنا لمهلكهم موعدا. തജ്വീദ് നിയമം നോക്കാം. وتلك القرى അഹ്ലക്നാഹും. ഇവിടെ വന്നിട്ടുള്ള നിയമം ഏതാണ്? നമുക്കറിയാം, മദ് മുൻഫസിലാണ് അല്ലേ? ഒരു പദത്തിൽ മദ്, മറ്റൊരു പദത്തിൽ ഹംസ. മദ് മുൻഫസിൽ. ഓക്കെ, അപ്പൊ ഇവിടെ എത്രയാ നീട്ടല്? രണ്ടനക്കം മുതൽ 4 അനക്കം വരെ നീട്ടി ഓതാം. ഓക്കെ. അഹ്ലക്നാഹും. ഹഫ് സുക്കൂന് കൊടുക്കുക. അഹ്ലക് അഹ്ലക്. ഇവിടെയൊക്കെ ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. അഹ്ലക്നാഹും പലരും ഓതുമ്പോൾ അഹ്ലക്നാഹും എന്ന് ഓതും. ഓക്കെ, അങ്ങനെ ഓതരുത്. അഹ്ലക്. ഓക്കെ, അഹ്ലക്നാഹും. ഹും ഇവിടെ വ്യക്തമായിട്ട് മീമിന് വ്യക്തമായിട്ട് സുക്കൂന് കൊടുക്കുക കേട്ടോ. ലമ്മ. മീമിൻ്റെ മുകളിൽ ശ്രദ്ധ വന്നിട്ടുണ്ട്, നന്നായിട്ട് മണിക്കുക, രണ്ടനക്ക നീട്ടുകയും ചെയ്യുക. മദ്ദും വന്നിട്ടുണ്ട് കൂടെ. ലമ്മ. ലൊലമു. മീമിൻ്റെ കൂടെ വ മദ് വന്നിട്ടുണ്ട്, രണ്ടനക്ക നീട്ടിക്കൊടുക്കുക. വജഅൽനാ ലിമഹ്ലികിഹിം മൗഇദ. വജഅൽനാ ലിമഹ്. ഇവിടെയും ഇതിൻ്റെ മുകളിൽ സുക്കൂനുണ്ട്. മഹ് എന്ന് ഓതരുത്. മഹ്.
ലിമഹ്ലികിഹിം. മീമിന് ശേഷം മീമു വന്നാൽ മണിച്ചു കൂട്ടി ചേർത്ത് ഓതണം കേട്ടോ. മീമിൻ്റെ നിയമമാണത്. മൗഇദ, മൗഇദ, മൗ ഹഫ് സുക്കൂൻ. മൗഇദ രണ്ടനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യാം. ഓക്കെ, 60-ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. وَإِذْ قَالَ مُوسَى لِفَتَاهُ لَا أَبْرَحُ حَتَّى أَبْلُغَ مَجْمَعَ بَحْرَيْنِ أَوْ أَمْضِيَ حُقْبًا. തജ്വീദ് നിയമം നോക്കാം. വഇദ് ദാലിൻ്റെ മുകളിൽ സുക്കൂനുണ്ട്. ഹഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. വഇദ് ഖാല, ഖാഫിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. രണ്ടനക്കം നീട്ടി കൊടുക്കുക. ഖാല മൂസ, ഇവിടെയൊക്കെ രണ്ടനക്കം നീട്ടേണ്ട സാധാരണ മദ്ദാണ് കേട്ടോ. മൂസ. ലിഫതഹു ലാ അബ്റഹു, ഇവിടെ വന്നിട്ടുള്ള നിയമം ഏതാണ്? മദ് മുൻഫസിലാണ്. ഒരു പദത്തിൽ മദ്, മറ്റൊരു പദത്തിൽ ഹംസ. 4 അനക്കം വരെ നീട്ടി ഓതിക്കൊടുക്കാം. അബ്റഹ്, അബ്. ബഇന് ഫുൾ സുക്കൂന് കൊടുക്കുക. കൽക്കലയുടെ ലെറ്റർ ആണ്. ഓക്കെ, അബ്. അബ്റഹു, അബ്റഹു ഹ ആണ്. അബ്റഹു ഹു. ഓക്കെ. ഹത്ത അബ്ലുഗ, ഇവിടെയും വന്നിട്ടുള്ള നിയമം മദ് മുൻഫസിലാണ് അല്ലേ. 4 അനക്കം വരെ നീട്ടി ഓതിക്കൊടുക്കാം. ഇവിടെ അബ്, ബഇന് സുക്കൂന് വന്നിട്ടുണ്ട്. ഫുൾ സുക്കൂന് കൊടുക്കുക. കൽക്കലയുടെ ലെറ്റർ ആണ്. അബ്ലുഗ. ഓക്കെ, തൊണ്ടയുടെ മുകൾ ഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ച് ഉച്ചരിക്കുക കേട്ടോ. അബ്ലുഗ. മജ്, ജീമ് കൽക്കലയുടെ ലെറ്റർ ആണ്. ഫുൾ സുക്കൂന് കൊടുക്കണം കേട്ടോ. മജ്മഅൽ ബഹ്റൈനി. ഹന് സുക്കൂന് വന്നാൽ ഹഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. പലരും ഓതുമ്പോൾ ബഹ്റൈനി എന്ന് ആയി പോവാറുണ്ട്. അങ്ങനെ ഓതരുത്. ബഹ്റൈനി, ബഹ്റൈനി. റോ ആണ് കേട്ടോ. ബഹ്റൈനി ആവരുത്. ബഹ്റൈനി ഔ അംളിയ, ഔ അംളിയ. ഓക്കെ, ഔ അം ഹഫ് സുക്കൂന് കൊടുക്കുക. അം, ഔ അംളിയ. ദ്വാദ് ഉയർത്തി പറയുന്ന ഒരു ലെറ്റർ ആണ് കേട്ടോ. അംളി, അംളിയ. അംളിയ ഹുഖ്ബ. ഹുഖ്ബ അല്ല കേട്ടോ, ഹ ആണ്. ഹു, ഹുഖ്ബ. രണ്ടനക്കം നീട്ടി ഓതി വഖഫ് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.